ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാസം ഒക്ടോബർ മാസം നമ്മുടെ ഈ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയുള്ള മാസമാണല്ലോ. പരിശുദ്ധ അമ്മ മാത്രമാണ് യേശുവിലേക്കുള്ള ഏറ്റവും വലിയ എളുപ്പവഴി. അമ്മയ്ക്ക് മാത്രമേ നമ്മളെ നേരായ വഴിക്കൂടെ യേശുവിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അമ്മയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവുമുണ്ട്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം വർഷിച്ചു തരും. പരിശുദ്ധ അമ്മയില്ലാതെ എന്ത് സ്വർഗം എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ഒക്ടോബർ മാസം നമുക്ക് പരിശുദ്ധ അമ്മയെ സ്തുതിച്ച് എത്രയൊക്കെ കൊന്ത ചെല്ലാമോ അത്രയും ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾ എപ്പോഴും നാവിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാം. എത്രയും ദയുള്ള മാതാവേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ആ ഒരു വിമല ഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ നന്മമരം എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നവംബർ 5 മുതൽ ഡിസംബർ 8 വരെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ കൊടുത്താൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടിമകളായിത്തീരും. പരിശുദ്ധ അമ്മയുടെ അടിമ എന്ന് പറഞ്ഞാൽ അമ്മയാണ് പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത്, മറ്റാരുമല്ല. ചിലപ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുവാനായിട്ട്. പിശാചിനകത്ത് പേടിയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തന്നെ കൊടുക്കുന്നത്. കാരണം ഒരു മനുഷ്യ ജീവിതമായ പരിശുദ്ധ അമ്മയുടെ കാലുകൾ കീഴിലായിട്ട് ദൈവം പിശാചിനെ നിർത്തി. നാരകീയ സർപ്പത്തിന് തല തകർത്തവളാണ് പരിശുദ്ധ അമ്മ. അതിനാൽ തന്നെ പിശാചിന് പരിശുദ്ധ അമ്മയെ അതിലധികം ദേഷ്യമാണ്. നാം പരിശുദ്ധ അമ്മയുടെ പടയാളിയാവുക എന്നത് പിശാചിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല. അതിനാൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ അടിമയാകാം. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. സാധിക്കുന്നവരെല്ലാവരും തന്നെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യണം. ഈ ലോകത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫാത്തിമയിലെയും മറ്റെല്ലാ പ്രതിഷ്ഠകളിലും പറയുന്നത്. പരിഹാരം, പ്രായശ്ചിത്തം ഇവയെല്ലാം നമുക്ക് അനുഷ്ഠിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും തേടാം. അമ്മ നമ്മെ എപ്പോഴും സഹായിക്കും. അമ്മയുടെ കാപ്പയും കീഴിൽ നമ്മളെ സഹായിക്കും. ഒന്ന് വിളിച്ചാൽ മതി, ഒന്ന് വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇന്ന് മാലാഖമാരുടെ മാസം കൂടിയാണല്ലോ ഒക്ടോബർ മാസം. നമുക്ക് നമ്മുടെ പേരിനനുസരിച്ചുള്ള ഓരോരുത്തർക്കും ഓരോ മാലാഖമാരുണ്ടല്ലോ. ആ മാലാഖമാരെയും നമുക്ക് കൂട്ടുപിടിക്കാം. പരിശുദ്ധ അമ്മയെ നമുക്ക് ഒത്തൊരുമിച്ച് സ്തുതിക്കാം. യേശുവാണ് ഏറ്റവും പ്രധാനമെന്ന് നമുക്കറിയാമല്ലോ. പരിശുദ്ധ അമ്മയെ നമ്മൾ ഒരിക്കലും ആരാധിക്കുന്നില്ല, സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്തുതിക്ക് അർഹയാണ് പരിശുദ്ധ അമ്മ. നമുക്കും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവതക്കാട് രാജ്ഞി, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദാനകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ.